ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോണത് ടാറ്റ പഞ്ച് അക്കംപ്ലിഷ് തേർഡ് ഓപ്ഷനാണ് നോക്കാൻ പോണത്. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് എന്തുള്ളതെന്ന് നോക്കാം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ പിയാനോ ബ്ലാക്ക് ഗ്രില്ല് കാണാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ DRL അല്ല, DRൻ്റെ അകത്ത് പാർക്ക് ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഫ്രണ്ടിൽ ഒരു വലിയ ഹ്യൂമാനിറ്റി ലൈൻ ഉണ്ട്, ഒരു ക്രോം ഫിനിഷ് ലൈൻ ഉണ്ട്. പിന്നെ ഹെഡ് ലൈറ്റ് പ്രൊജക്ടർ അല്ല, ആ സെയിം ബേസ് ഓപ്ഷനെ പോലെയുള്ള ലൈറ്റ് തന്നെയാണ്. ഈ ഒറ്റ ലൈറ്റിൽ തന്നെയാണ് ഹൈയും ലോവും ബീമും വരുന്നത്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് നമുക്കിതിൽ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. അതിൻ്റെ സെക്കൻഡ് ഓപ്ഷനിലും ഫസ്റ്റ് ഓപ്ഷനിലും ഫോഗ് ലാമ്പ് വരുന്നില്ല. പിന്നെ സാധാരണ പോലെ ഫ്രണ്ടിലൊക്കെ ട്രൈ ആരോ ഡിസൈൻസ് ഉള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ലുക്ക് വണ്ടിയുടെ. ശരിക്കും ഒരു കൂപ്പേ ടൈപ്പ് ഡിസൈൻ ആയതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട്. 15 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് എന്ന് തോന്നിക്കുന്ന ടൈപ്പുള്ള ഒരു വീൽസ് ആണിത്. അതായത് ഹൈപ്പർ സ്റ്റെയിൻഡ് വീൽസ് എന്ന് പറയും. ഇതിൻ്റെ പേര് അങ്ങനെയാണ്. ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടാണ് വരുന്നത്. അതായത് ഇന്ന് കഴുകി തുടച്ച് കഴിഞ്ഞാൽ പിയാനോ ബ്ലാക്ക് പോലെ തന്നെ ഇരിക്കും. നല്ല രസമാണ് കാണാനായിട്ട്. ഓടുമ്പോൾ അലോയ് വീൽ തന്നെ അത് നല്ല കട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. ഇതാണ് നമ്മുടെ സൈഡ് വശം. നമ്മുടെ സൈഡിൽ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് പോയിട്ടുണ്ട്. ആ സൈഡും മൊത്തം ഡോറിൻ്റെ സൈഡും ആ മൊത്തം കവറായിട്ട് പോകുന്നുണ്ട്. ഫ്രണ്ട് ബമ്പറിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് വരെ പോകുന്നുണ്ട് ആ ഒരു പ്ലാസ്റ്റിക് ഫിനിഷ്. എന്താണെന്ന് വെച്ചാൽ താഴെ ഇതൊരു SUV ആലോ, താഴെ നിന്ന് പോകുമ്പോൾ കല്ലോ കാര്യങ്ങളോ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെയിന്റ് അടിക്കേണ്ടി വരില്ല. ആ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ്സ് കൊടുത്തേക്കുന്നത് സൈഡിൽ. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഉണ്ട്. 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വരുന്നുണ്ട് ഇതിൽ. പിന്നെ അനായാസം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സസ്പെൻഷനാണ്. നല്ലൊരു വോൾവോ ടൈപ്പ് എഫക്റ്റാണ് നമുക്ക് അതിൻ്റെ അകത്തിരിക്കുമ്പോൾ കിട്ടുന്നത്. മിറേഴ്സിൽ പെയിൻറ്റഡ് ആണ് മിറേഴ്സ്. അതേപോലെ തന്നെ ഹാൻഡിൽസും സൈഡ് ഹാൻഡിൽസും പെയിൻറ്റഡ് ആണ്. ഡുവൽ ടോൺ റൂഫ് അല്ല, ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് ഡുവൽ ടോൺ റൂഫ് വരുന്നത്. അതേപോലെ നമുക്ക് ഏരിയയിൽ മുകളിലത്തെ ആൻറ്റിന അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. മുകളിലാണ് റിയർ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഹാൻഡിൽ വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ സൈഡ് വശത്തിനെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ നമുക്ക് സ്ട്രോങ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഡോറിൻ്റെ മുകളിൽ കാണാൻ പറ്റും സ്ട്രോങ് ലൈൻസ്. ഇതാണ് ബാക്ക് ടയർ. 15 ഇഞ്ച് തന്നെയാണ് നമ്മുടെ എല്ലാ ടയേഴ്സും വരുന്നത്. നമുക്കിനി ബാക്ക് സൈഡിനെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ മുകളിലൊരു LED ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ടെയിൽ ലൈറ്റ് LED ആയിട്ടുണ്ട്. പാർക്ക് ലൈറ്റ് നമുക്ക് LED ആയിട്ട് കാണാൻ പറ്റും. ടാറ്റയുടെ ലോഗോ വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു ക്യാമറ വരുന്നുണ്ട്, റിയർ ക്യാമറ. പിന്നെ പഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു ലോഗോ കാണാൻ പറ്റും താഴ്ഭാഗത്തായിട്ട്. ഫുൾ ഓപ്ഷൻ ടൈപ്പ് ബ്രേക്ക് ലൈറ്റ് തന്നെയാണ് നമുക്ക് ഈ തേർഡ് ഓപ്ഷനിലും കിട്ടുന്നത്. പിന്നെ താഴത്തായിട്ട് റിഫ്ലക്റ്റേഴ്സ് 2 കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ ട്രൈ ആരോ ഡിസൈൻസും കാണാൻ പറ്റും. ഒരു ബ്ലാക്കിഷ് ടോൺ മൊത്തത്തിൽ സെൻട്രൽ ലൈൻ പോലെ പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് വണ്ടിക്ക് ഒന്നുകൂടി സ്പോർട്ടി ഫീൽ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ മറ്റേ ഒരു സൈഡ് വശം കാണാനായിട്ട്. പിന്നെ ഫ്രണ്ട് ഹാൻഡിൽ നമ്മൾക്ക് കണ്ടോ ഒരു സ്വിച്ച് വരുന്നുണ്ട്. റിമോട്ട് കയ്യിലുണ്ടായാൽ മതി. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണെങ്കിൽ ഈ റിമോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഓൺ ആക്കാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പോക്കറ്റിൽ റിമോട്ട് ഉണ്ടായാൽ മതി. പിന്നെ നമുക്ക് വേറെ കീസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. എൻജിൻ ഓൺ ആക്കാൻ പറ്റും. ഇതാണ് വൈപ്പർ ബ്ലേഡ്.
ഗൈസ് നമുക്കിനി ഇന്റീരിയർ ഫീച്ചേഴ്സിൽ നോക്കാം. ഇന്റീരിയർ ഫീച്ചേഴ്സിൽ വരുമ്പോൾ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ് വരുന്നത്. പ്രീമിയം ഫാബ്രിക് സീറ്റുകൾ തന്നെ വരുന്നത്. നല്ല കുഷ്യൻസ് ആണ് ഇരിക്കുമ്പോൾ. നല്ല ഹൈറ്റ് തന്നെ വരുന്നുണ്ട്. ഈ സീറ്റിലും നമുക്ക് കാണാൻ പറ്റും ട്രൈ ആരോ ഡിസൈൻസ്. നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ റിയർ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല കേട്ടോ. നമുക്ക് ഇവിടെ കീ വെക്കാനുള്ള ഹോള് കാണാം താഴെ. അതിൻ്റെ മുകളിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ബേസ് ഓപ്ഷൻ മുതൽ എക്കോണമി ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഹൈലൈറ്റ്. പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. അതായത് നമുക്ക് സിഗ്നൽ ജംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രൽ ഇട്ടിട്ട് സിഗ്നലിലേക്ക് എത്തണമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് എൻജിൻ ഓഫ് ആവും. പിന്നെ ഓൺ ആവണമെങ്കിൽ ക്ലച്ച് ചവിട്ടിയാൽ മതി. ഇതാണ് സ്റ്റിയറിങ്. ഇതിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. വോളിയം കൂട്ടാനുള്ള അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻസും വരുന്നുണ്ട്. 7 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത് ഹാർമൻ ഗാർഡിൻ്റെ. അതിൽ തന്നെ ആപ്പിൾ കാർപ്ലേ ഉണ്ടാവും, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ടാവും. 4 സ്പീക്കറും 2 ട്യൂട്ടേഴ്സാണ് ഇതിൽ വരുന്നത്. പ്ലസ് റിയർ ക്യാമറയും വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് ഇതിൽ നമുക്ക് 1 ടച്ച് ആണ്. അതായത് ഡ്രൈവർ ഡോർ 1 ടച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ വിൻഡോ താഴും. പിന്നെ ക്ലസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ 7 ഇഞ്ചിൻ്റെ ക്ലസ്റ്റർ ഫുൾ ഓപ്ഷനിൽ മാത്രമേ വരുന്നുള്ളൂ, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ. പിന്നെ ഇതിൽ കോൾ എടുക്കാനുള്ള ഫംഗ്ഷൻ ഉണ്ട്, കോൾ കട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട് സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗ് വളരെ ലൈറ്റാണ്. ഒരു വിരലുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും സ്റ്റിയറിംഗ്. അത്രയും സ്മൂത്താണ്. ഇതിൽ ഓട്ടോമാറ്റിക് വൈപ്പറും ഇല്ല, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പും ഇല്ല. അത് ഫുൾ ഓപ്ഷനിൽ മാത്രമുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് ഈ അക്കംപ്ലിഷ് എന്ന് പറയുന്ന വേരിയൻറ്റിലും ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഇത് മാനുവൽ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടിയിലാണെങ്കിൽ ട്രാക്ഷൻ പ്രോ മോഡ് എന്ന് പറഞ്ഞുള്ള ഒരു മോഡുണ്ട്. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചെളിയിലേക്ക് വണ്ടി താന്ന് കഴിഞ്ഞാൽ, ഒരു ടയർ താന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വണ്ടി അനായാസം കയറ്റാൻ പറ്റും. നമുക്ക് സ്ക്രീനിൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് തരും. എ സിയുടെ ചുറ്റും ഒരു വൈറ്റ് സ്റ്റോണാണ് വരുന്നത്. പിന്നെ ഇലക്ട്രോണിക് എ സി ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് എ സി അല്ല, അത് ഫുൾ ഓപ്ഷനിൽ മാത്രമല്ലോ ഇലക്ട്രോണിക് എ സി. ഇത് ത്രൂ നമുക്ക് ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് എ സിയും ഇതിൽ ഇലക്ട്രോണിക് എ സി ആണ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മിറേഴ്സ് ഒക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് മിറേഴ്സ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ക്ലോസ് ചെയ്യണം. പിന്നെ ഡുവൽ ടോൺ ഡോർസ് ആണ് വരുന്നത്. വൈറ്റ് സ്റ്റോൺ വരുന്നുണ്ട്, ബ്ലാക്ക് ടോൺ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ആണ് വരുന്നത്, പ്രീമിയം പ്ലാസ്റ്റിക് ആണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് വരുന്നത്. ഇതാണ് ഡാഷ്ബോർഡ്. നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കൂളിംഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, ലാമ്പ് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്ക് ഡോറിൻ്റെ കംഫർട്ടും കാര്യങ്ങളും നോക്കാം. നമുക്ക് 90 ഡിഗ്രി ഓപ്പണിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് സെൻറ്ററിൽ ഹമ്പില്ല. പിന്നെ ഇതിലും ഐസോഫിക്സ് ഉണ്ട്. ചൈൽഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ സീറ്റ് വെക്കാനുള്ള ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല. ബാക്കിൽ പാഴ്സൽ ട്രേ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. 3 പേർക്കും കംഫർട്ടബിൾ ആയിട്ട് പോകാം. ഹെഡ് റൂമും ഉണ്ട്, ലെഗ് റൂമും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്, അക്കംപ്ലിഷിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 8,45,000 രൂപയാണ് ഈ മാസത്തെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. ഇത് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഫസ്റ്റത്തെ പ്രൈസ് ആയതുകൊണ്ടാണ്. നമുക്ക് 2 സീറ്റ് ബെൽറ്റും വരുന്നുണ്ട് ബാക്കിലത്തെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും പുതിയ അപ്ഡേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക്. താങ്ക് യു.